പശ്ചിമേഷ്യയിലെ യുദ്ധം 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ആശങ്കകളുടെ വാർത്തകൾക്ക് അറുതിയില്ല. എന്താണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ കൂടുതലായി ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത്? അമേരിക്കയുടെ നീക്കങ്ങൾ എന്താണ്? അരുണി, അതായത് 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമാധാന ശ്രമങ്ങൾ വളരെ അകലെയാണ് എന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത്. ഇറാനെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ അമേരിക്ക സംയുക്ത സേനയുടെ ആക്രമണം തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഇതിന് പകരമായി ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലും പ്രത്യാക്രമണം തുടരുന്നു. വലിയ ആശങ്ക പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് നിലവിൽ നൽകുന്ന സൂചന. അതിനിടെ ഇപ്പോൾ ഇന്നലെ ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കി ആയുധശേഖരം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇത്തരത്തിൽ ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾ കടുപ്പിക്കുമെന്നൊരു സൂചന തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റും നൽകുന്നത്. ഇന്നിപ്പോൾ വൈറ്റ് ഹൗസ് സെക്രട്ടറി കരോലിനയും വ്യക്തമാക്കിയിരിക്കുന്നത് വ്യോമാതിർത്തി, അതായത് ഇറാന്റെ വ്യോമാതിർത്തി നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക. 4-6 ആഴ്ചകൾക്കുള്ളിൽ അത് കൈവരിക്കും, ആ ലക്ഷ്യം കൈവരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കരോലിന വ്യക്തമാക്കുന്നത്. വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ്. കാരണം ഇത്തരത്തിൽ ഈ വ്യോമാതിർത്തി നിയന്ത്രണത്തിലാക്കാൻ തുടങ്ങിയാൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകും, വലിയ ആക്രമണങ്ങൾ ഇറാനെ ലക്ഷ്യം വെച്ചുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇസ്രയേലും ഇത്തരത്തിൽ ഇറാനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. അതായത് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഏകദേശം 3000-ലധികം ആക്രമണങ്ങളാണ് ഇറാനെ ലക്ഷ്യം വെച്ച് നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ സെൻകോമും വ്യക്തമാക്കുന്നത്. 40-ലധികം കപ്പലുകൾ അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. ഇസ്രയേൽ ലെബനിലും ആക്രമണം, ഹെസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ലെബനിലും ആക്രമണം തുടരുകയാണ്. അവിടെ 217 പേരാണ് ഇതിനോടകം ഈ ഒരു 8 ദിവസത്തിനുള്ളിൽ മരിച്ചത് എന്നുള്ളതാണ്. നിരവധി പേരെ 30,000 പേരെയാണ് ലെബനിൽ മാറ്റി പാർപ്പിച്ചത്. അത്തരത്തിൽ ഈ യുദ്ധം മറ്റ് രാജ്യങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇസ്രയേൽ ഇറാനിലും ആക്രമണം നടത്തുന്നുണ്ട്. ടെഹ്റാനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണങ്ങളും തുടരുകയാണ്. നെതാൻസിലെ ആണവ കേന്ദ്രത്തിന് ലക്ഷ്യമിട്ടും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാൻ ഇസ്രയേലിലും വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ പദ്ധതിയിടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രയേൽ സൈന്യം നൽകുന്ന റിപ്പോർട്ട്. അത്തരത്തിൽ വലിയ രീതിയിൽ കലുഷിതമാണ് പശ്ചിമേഷ്യ. അതിനിടെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ യുദ്ധം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആശങ്ക ക്രൂഡ് ഓയിൽ വില $100 കടക്കുമെന്നുള്ളതാണ്. ഏകദേശം $100 അടുത്തെത്തിയിരിക്കുന്നു. ക്രൂഡ് ഓയിലിന് ഇന്നിപ്പോൾ നൽകിയിരിക്കുന്നത് ക്രൂഡ് ഓയിലിന് 90 രൂപ, 92 രൂപ കടന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. എല്ലാവരും സാമ്പത്തിക നിരീക്ഷകരിൽ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു പ്രധാന കാര്യമായിരുന്നു ഈ ക്രൂഡ് ഓയിൽ വില $100 കടക്കുമെന്ന്. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അത് സാരമായി തന്നെ ബാധിക്കും. ഹോർമൂസ് കടലിടുക്കിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയുണ്ട്. കപ്പലുകൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ, വരും ആഴ്ചകളിൽ ഈ പ്രതിസന്ധി ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെ കൂടുതൽ ബാധിക്കാനാണ് അരുണ്യ സാധ്യത.